Hi, baby. എന്തോ ഒരു വിഷമം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് പറയാനാണെന്നേ, ആ ഡീല് കഴിഞ്ഞു പോയി. ശ്ശേ. കഴിക്കാം. പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എവിടെ ഇല്ലെങ്കിൽ ഒരു രസമില്ലെന്നേ. ചേടാ, കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കേ. ഡീൽ ഓക്കെ ശേഷം നമുക്കൊരു ലോങ് വെക്കേഷന് പോവാം. ഇതാ. Bye. ഇതാരാ? അങ്കിൾ നമസ്കാരം. നമസ്കാരം മോനെ, നമസ്കാരം. നല്ല വിശേഷം. അങ്കിള് വാ, ഇരിക്ക്. സുഖമല്ലേ സഞ്ജയ്? സുഖം അങ്കിളെ. അങ്കിള് ഞങ്ങളെയൊക്കെ മറന്നെന്നാ ഞാൻ കരുതി. എന്താടാ മോനെ, നിന്നെയൊക്കെ മറക്കാൻ പറ്റുമോ? നീ എന്റെ ചങ്കല്ലടാ. പിന്നെ സഞ്ജയ്, ഇതില് നീ ചോദിച്ച 2 കോടി രൂപയുണ്ട്. എടാ, കുറച്ച് സമയം എടുത്തു ഇത് സംഘടിപ്പിക്കാൻ. ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ടെൻഷൻ ആവണ്ട. താങ്ക് യു അങ്കിൾ. അങ്കിള് ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എടാ, ഇതൊക്കെ എന്റെ കടമയിലടാ. എന്നാ ഞാൻ ഇറങ്ങിയോട്ടെ സഞ്ജയ്. ഇത്തവണ അങ്കിൾ ഇവിടെ നിൽക്കണം. അറ്റ്ലീസ്റ്റ് ആ കോൺട്രാക്ട് കിട്ടുന്നവരെങ്കിലും പ്ലീസ് പ്ലീസ് അങ്കിൾ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത്തവണ എന്നെ സൽക്കരിക്കാൻ ഒരു അവസരം തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരി അങ്കിളെ, ഞാനൊന്ന് ഓഫീസിലോട്ട് പോട്ടെ. നമുക്ക് വൈകിട്ട് കാണാം ഡിന്നറിന്. ഓക്കെ ഓക്കെ ഓക്കെ, ഡൺ. അങ്കിൾ ഇരിക്കങ്ങളെ ഇരിക്കേ. ഓക്കെ 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 ഓക്കെ. ഓ, താങ്ക് യു ദൈവമേ, നീയായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നു. പ്രിയ, നിന്നെ സ്വന്തമാക്കാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചാണെന്നറിയോ? നിന്റെ ഭർത്താവിന് ഞാൻ കോടിക്കണക്കിന് രൂപ കൊടുത്തു. അതെല്ലാം നിനക്ക് വേണ്ടിയാ. അയ്യോ സാറേ, അങ്ങനൊന്നും ചെയ്യില്ല സാറേ. ഞാനിപ്പോ തന്നെ എന്തുമാത്രം പൈസ സാറിന് തന്നിട്ടുണ്ട്. ഇല്ല സാർ, അങ്ങനെ ഒന്നും ചെയ്യരുത് സാർ. സാർ പ്ലീസ്, ഞാൻ പറയുന്നു കേക്ക്. സാർ ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് 2 ദിവസം കൂടി സമയം തരണം സാർ.
ഞാൻ സാറിൻ്റെ പൈസ ഫുള്ള് തിരിച്ചു തന്നേക്കാം. ശരി സാർ, ഒറ്റ പൈസ ബാക്കി വയ്ക്കാതെ മുഴുവനും തന്നേക്കാം സാർ. ശരി സാർ, പ്ലീസ് സാർ. ശരി സാർ, ശരി. ഉറപ്പാണ് സാർ, ഉറപ്പ്. ഓക്കെ സാർ. Oh my God, പ്രിയ, അടിപൊളി. നിന്റെ ഈ കിടപ്പ് കണ്ടാൽ തന്നെ മനുഷ്യനടങ്ങാറായി പോവും. ഓ, നിന്നെ ഉണ്ടാക്കിയവനെ സമ്മതിക്കണം. ഓ, എന്റെ ദൈവമേ, ഇവളെ കാണുമ്പോ എന്റെ പിടിവിട്ടു പോവാണല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓ ഗോഡ്, കുറച്ചേരം ഇവിടുന്ന് റെസ്റ്റ് എടുത്തിരിക്കാം. അങ്കിളോ? അയ്യോ പ്രിയ, മോൾ എണീറ്റോ? നമസ്കാരം അങ്കിൾ. നമസ്കാരം. അങ്കിൾ എപ്പോ വന്നു? അത് ഒരു അരമണിക്കൂറായി കാണും. സഞ്ജയ് ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുമായിരുന്നു. എന്നിട്ട് അങ്കിൾ എന്താ വിളിക്കാതിരുന്നേ? അല്ല, മോള് കിടന്നുറങ്ങായിരുന്നില്ലേ? എന്തിനാ വിളിക്കുന്നേ? ഡിസ്റ്റർബ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അങ്കിൾ അന്യനൊന്നും അല്ലല്ലോ. താങ്ക് യു. പിന്നെ ദേ ഈ ബാഗില് 2 കോടി രൂപയുണ്ട്. മോളിത് അകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചെടുത്തേക്ക്. ഓക്കെ? ശരി അങ്കിൾ, ഇരിക്കും. ഞാൻ പോയി ചായ എടുക്കാം. എന്റെ മോളെ, അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അങ്കിൾ ഇരിക്കെങ്കിലേ ഞാൻ ചായ ഇടാം. താങ്ക് യു സോ മച്ച്. ദാ. താങ്ക് യു സോ മച്ച് പ്രിയ. പ്ലീസ് മോളും കുടിക്കേ. താങ്ക് യു. ആഹാ, ചായ അടിപൊളി. മോളുടെ കൈക്കെന്തോ മാജിക് ഉണ്ട്. എന്തു പറ്റി? മോക്കെന്താ ഒരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല അങ്കിൾ, ഒന്നുമില്ല. മോളെ, എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് ധൈര്യമായിട്ട് പറയാം. അങ്ങനെയൊന്നുമില്ല അങ്കിളെ. താങ്ക് യു ഫോർ ദ ടീ. എന്നാ ഞാൻ ഇറങ്ങാം. എനിക്ക് കുറച്ച് അർജന്റ് വർക്കുകൾ തീർക്കാനുണ്ട്. അതിന്റെ മീറ്റിംഗ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ വരാം. എനിക്ക് 1-2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു പാർട്ടി ഉണ്ടാവും. ഒരേ ഒരു റിക്വസ്റ്റ്, എനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കണ്ട. ഓക്കെ? ഞാൻ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും വരാം. ഹലോ. ഹലോ. എടാ, നീ ഇത് എവിടെ പോയി കിടക്കുക? ഇന്നലെ രാത്രി മുതൽ തന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കുക. നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണോ? നീ ആരോട് ചോദിച്ചിട്ടാ വീഡിയോ എടുത്തേ? എടാ പട്ടി, അപ്പൊ നീ ഇത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോവാണോ? എടി, അത് പറയാൻ വേണ്ടിട്ടല്ലേ നിന്നെ ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ. പ്രിയ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വളരെ പ്രശ്നത്തിലാ പ്രിയ. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് വാ. 4 മണി വരെ ഇവിടെ ആരുമില്ല. ശരി, ഞാൻ വരാം.
എന്തൊക്കെ ഈ കാണിക്കുന്നേ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലേ? ഇതൊക്കെ നിന്റെ പ്ലാനാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ പ്ലാനോ? നിന്റെ വെളിവെക്ക പോയോ? ഞാൻ എന്റെ വീഡിയോ ഉണ്ടാക്കി എന്നെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യോ? നിന്റെ ബുദ്ധി കൊണ്ട് ഉപ്പിലിട്ട് വെക്ക. ഇതൊന്നും നോക്കി. നിന്റെ കയ്യിലുള്ള ഈ വീഡിയോ ഇത് വേറെയാണ്. എന്റെ കയ്യിലുള്ള വീഡിയോ വേറൊരു ദിവസത്തെയാ. ഒരു മിനിറ്റ്. ദേ ഇത് നോക്ക്. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം ഇത് ചെയ്യുന്നത് ആരാണെങ്കിലും ഒരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ട്. സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. വാ, നീ അവിടെ നോക്ക്. ഒരു മിനിറ്റ്. നമ്മൾ ഇവിടെയാണെങ്കിൽ ക്യാമറ ഇവിടെയോ അവിടെയോ ആയിരിക്കും. നമുക്ക് അവിടെ പോയി നോക്കാം. വാ. നീ അവിടെ പോയിരിക്കേ. ഓ ഷിറ്റ് പ്രിയ. എങ്കിൽ ഇതൊക്കെ ചെയ്തത് ആരായിരിക്കും? വേറെ അറിയാനാ? നിന്റെ കെട്ടിയോ തന്നെ ആയിരിക്കും. ഇല്ല, അങ്ങേർക്ക് ഇതിനുള്ള സമയമൊന്നുമില്ല. മാത്രമല്ല, അങ്ങേരിത് അറിഞ്ഞിരുന്നെങ്കിൽ ബ്ലാക്ക്മെയിൽ ഒന്നുമില്ല, എന്നെ നേരെ വെട്ടിക്കൊന്നേനെ. ഈ പണി ഇപ്പൊ ഒപ്പിക്കുന്നത് ഏതെങ്കിലും കുരുട്ടുബുദ്ധിയുള്ള മനുഷ്യനായിരിക്കും. എടി നീ ഇത് കേക്ക്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഈ ബ്ലാക്ക്മെയിലുകാരന് പൈസ കൊടുത്തോണ്ടിരിക്കുക. എല്ലാ ആഴ്ചയിലും കൊടുക്കണം. ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സേവിങ്സും പോയി. ഓരോരുത്തരോട് ഓരോ കള്ളം പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ പൈസ എങ്ങനെയും ഒപ്പിച്ചെടുത്തത്. ഇപ്പോ 2 ദിവസം കൊണ്ട് ഞാൻ അയാൾക്ക് 50,000 രൂപ കൊടുക്കണമെന്നാ. എന്ത് ചെയ്യുന്ന എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അയാൾക്ക് ഞാൻ 50,000 രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസിൽ എൻ്റെ വീട്ടുകാരെ കാണിക്കുമെന്നാ പറയുന്ന അയാള്. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഭീഷണി കേട്ടിട്ട് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ശരിക്കും. ശരി, നീ ടെൻഷൻ അടിക്കാതിരിക്കുക. ഈ പ്രശ്നം നമുക്ക് 2 പേർക്ക് കൂടി നേരിടാം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ദബിടി, ഇതെന്താ? നീ വെക്ക. താങ്ക് യു മുത്തേ. ഞാൻ ഇതുകൂടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവും. പോയിട്ട് വരാം. പിന്നെ പ്രിയ, ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. താങ്ക് യു. $50,000 കുറവാണല്ലോ. അതിനി എവിടെ നോപ്പിക്കും? അങ്കിൾ, അങ്കിൾ സഞ്ജയിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എങ്കിൽ എന്നെയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആ മോള് പറഞ്ഞോ. അതെനിക്കൊരു 50,000 രൂപയുടെ ആവശ്യമുണ്ട്. അത്രേ ഉള്ളു കാര്യം. ഞാൻ നിനക്കൊരു 1 ലക്ഷം തന്നേക്കാം. എപ്പോഴാ പൈസ വേണ്ടേ? ഇന്ന് വൈകിട്ട് കിട്ടണം. അത് കിട്ടും. നീ നിന്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്തേക്ക്. നിനക്ക് വേണ്ട പൈസ ഞാൻ അയച്ചു തന്നേക്കാം. നീ പേടിക്കൊന്നും വേണ്ട. നീ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടോളാ. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ? വേറെന്തെങ്കിലും? ഇല്ല, താങ്ക് യു. നീ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരുന്നാ മതി. ഇതാ പ്രിയ, ഞാൻ പറഞ്ഞത് കയ്യിൽ തന്നെ തന്നേക്കാം. നീ ചോദിച്ച 50,000. ഇതൊരു 50,000 കൂടെ.
ഇനിയും ഒരു 50,000 കൂടി, വീണ്ടും ഒരു 50,000 കൂടി. ദാ ഇത് 1,00,000 ഉണ്ട്. ഇത് നിന്റെ സൗന്ദര്യത്തിനുള്ള സമ്മാനമാണ്. നിനക്കെപ്പോ എന്തു വേണമെങ്കിലും എന്നോട് ചോദിച്ചോ. നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാം. നീ എന്ത് സുന്ദരിയാന്നറിയോ? നീ എപ്പോഴും നല്ലൊരു ഫ്രണ്ടായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായാൽ മതി. ഉണ്ടാവില്ലേ പ്രിയ? എന്ത് ഭംഗിയാ നിനക്ക്. ഒന്ന് നിക്ക്. ഇത്ര പണം ഞാൻ തന്നില്ലേ? നീ എത്ര നാളിങ്ങനെ ഓടും? എന്നാണെങ്കിലും എനിക്കറിയാവാനുള്ളതാ. Oh my God. പ്രിയ, നിന്റെ ഈ വെണ്ണ പോലത്തെ ദേഹം എന്ത് ഭംഗിയാ. Oh my God. അങ്കിൾ എന്താ ഇവിടെ? എന്നെ അങ്കിൾ എന്ന് വിളിക്കല്ലേ. നീ ചോദിച്ചൊക്കെ ഞാൻ നിനക്ക് തന്നില്ലേ? ശരിയല്ലേ? നീ ചോദിച്ച പണം ഞാൻ നിനക്ക് തന്നില്ലേ? നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. പ്ലീസ് 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 പ്ലീസ്. മോളെ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല. നീ നീ ട്രസ്റ്റ് മീ. ഞാൻ നിന്റെ മേലെ ഒരിക്കലും ബലം പ്രയോഗിക്കില്ല. താങ്ക് യു പ്രിയ. എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നോ. ഐ ലവ് യു. Oh my God. Oh my God. ഞാൻ ഇനി എന്ത് ചെയ്യോടാ? നല്ല അസലായിട്ട് പെട്ടിരിക്കുക. പ്രിയ, നീ ഒരു കാര്യം ചെയ്. നീയേ നിന്റെ റൂമിൽ ഒരു ഹിഡൻ ക്യാമറയും വയ്ക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന്, അല്ലേ? അതായത് നമ്മൾ ആ ഹിഡൻ ക്യാമറ എടുത്ത് മാറ്റിയത് കൊണ്ടും അത് വീണ്ടും വയ്ക്കാനായിട്ട് അയാൾ എന്തായാലും വരുമല്ലോ. അപ്പം നമുക്ക് ആളെ പിടി കിട്ടും. ആ, നീ പറഞ്ഞത് ശരിയാ. ചെയ്താലോ? ഓക്കെ. ഓ, ഇത് കറക്റ്റ് ആയിരിക്കും. ആ പറയേ. ഹലോ, നീ ആ വീഡിയോ കണ്ടോ? ആ, ഞാൻ കണ്ടോണ്ടിരിക്ക. പക്ഷേ ഇതാരാള്? ഇത് ഞങ്ങളുടെ അങ്കിളാ. എന്നാ നീ ഒരു കാര്യം ചെയ്. ഇന്ന് രാത്രി ആ വാതിലൊന്ന് തുറന്നിട്ടേക്ക്. ഓക്കെ. വന്നിരിക്കും. ഡൺ. ഡീൽ. എന്താടാ പൊന്നക്കുളവാ. സഞ്ജയ്, അങ്കിൾ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയാ നീ. എന്തു പറ്റി?
അങ്കിൾ കരയുന്നത് പോലെ തോന്നുന്നു. ഏയ്, നിക്ക, നിങ്ങൾ നിയമം കയ്യിലെടുക്കല്ലേ. ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്.